നമസ്കാരം, ഞാൻ വിനി, മലബാർ അടുക്കള തുർക്കി കോർഡിനേറ്റർ. ഇന്ന് യൂസ്ഫുൾ ടിപ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചില ടിപ്സുകൾ. ഓക്കെ, ഹെൽത്ത് റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. സോ അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടെങ്കിലും അത് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോവാം എന്നുള്ളൊരു സെഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. കുറച്ച് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്ത് എഴുതി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. സോ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഇത് എന്താന്ന് വെച്ചാൽ ഡയബറ്റിക്. ഇപ്പോൾ ഡയബറ്റിക് എന്ന് പറയുന്നത് പാരമ്പര്യമാണ്. ചിലവർക്ക് പെട്ടെന്നാണ് ഡിറ്റക്ട് ചെയ്യുക. സോ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് പ്രിക്കോഷണറി മെഷേഴ്സ് ആയിട്ട് അത് വരാതിരിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എത്ര നമ്മൾ സ്വീറ്റ് കഴിക്കാണ്ടിരുന്നാലും എന്ത് തന്നെ ഏതായാലും അത് നടക്കേണ്ട സമയത്ത് അത് നടക്കും, അത് വരേണ്ട സമയത്ത് അത് വരും. സോ പക്ഷെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മുടെ കടമയാണ്. സോ അത് നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്ന ഫസ്റ്റ് കാര്യം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെറും വയറ്റിൽ, നിങ്ങൾക്ക് ഡയബറ്റിക് ഉണ്ടെങ്കിൽ നിങ്ങൾ വെറും വയറ്റിൽ വെള്ളം, ഓക്കെ, ഒരു 250 ml വാട്ടർ, വാം വാട്ടർ 250, അതില് എന്താണ് വാം വാട്ടറിൽ അതിലേക്ക് 2 പിഞ്ച് ജീരകം, 2 മണി ജീരകം, 2 മണി ഉലുവ, ഇതും കൂടി കലക്കിയിട്ട് നന്നായിട്ട് കലക്കുക. പൊടിയല്ല, I am saying the whole thing. And എന്നിട്ട് നന്നായി കലക്കിയിട്ട് അത് കുടിക്കാൻ നോക്കുക. ഓക്കെ, ഇത് ചെയ്തു വരുന്ന സമയത്ത് നിങ്ങളുടെ മെഡിസിനോടൊപ്പം ഇതും കൂടി ചെയ്തു വന്നാൽ നിങ്ങൾക്ക് ഡയബറ്റിക്കിനെ ഒരു ലെവൽ വരയ്ക്കും നമുക്ക് കൺട്രോൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഫസ്റ്റ് തിങ്. നെക്സ്റ്റ് വൺ, ചിലവർക്ക് പാരമ്പര്യമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ബാഡ് ബ്രെത്ത്, അതായത് വായിൽ നിന്ന് സ്മെൽ വരിക. അത് സ്വയം ഇതാവുന്നതല്ല, എന്തെങ്കിലും കഴിച്ചിട്ട് വരുന്നതൊന്നും അല്ല, അത് വയറ്റിൽ ഉണ്ടാവുന്ന പ്രോബ്ലം ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്, നമ്മുടെ ടമ്മിയിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നതിന്റെ കാര്യമാണ് നമ്മുടെ വായിൽ കൂടെ അത് അറിയുന്നത്. സോ അങ്ങനെ ബാഡ് ബ്രെത്ത് ഉള്ളവര് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 ഗ്രാമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക. എന്നിട്ട് ആ ഗ്രാമ്പ് വെള്ളം എപ്പോഴും കയ്യിൽ ഒരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് അത് കുടിച്ചുകൊണ്ടിരിക്കുക. ഓരോ കവിള് കുടിച്ചാൽ മതി. ഓക്കെ, അത് കുടിച്ചുകൊണ്ടിരുന്നാൽ ക്രമേണ 1-2 ആഴ്ച കൊണ്ട് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ലോ BP, പ്രത്യേകിച്ച് ലേഡീസിൽ. ഈ ലോ BP എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഹൈ എങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഈ ലോ BPക്ക് ഉപ്പ് കഴിക്കൂ, അത് കഴിക്കൂ, ഇത് കഴിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല, ഇല്ലേ? അപ്പോ അതിന് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ തലേ ദിവസം തന്നെ ഒരു 5-10 ആൽമണ്ട്സ്, അതായത് ബദാം, അത് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അടുത്ത ദിവസം രാവിലെ എംപ്റ്റി സ്റ്റമക്കിൽ അത് കഴിച്ചു വരുവാണെങ്കിൽ നിങ്ങൾക്ക് ലോ BP ഒരു ലെവൽ വരയ്ക്കും നിങ്ങൾക്ക് കൺട്രോൾ ആക്കാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ കൊളസ്ട്രോൾ ആണ്. കൊളസ്ട്രോൾ ഉണ്ട്, നിങ്ങൾ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ ഒരു പിടി കരുവേപ്പില എടുത്ത് മിക്സിയിലിട്ട് അതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അരയ്ക്കുക. അരച്ചിട്ട് അതിനെ സ്ട്രെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്രീൻ കളർ വെള്ളം കിട്ടില്ലേ, അതിൽ കൂടെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് വെറും വയറ്റിൽ കുടിച്ചു നോക്കൂ. കൊളസ്ട്രോൾ ഡെഫിനറ്റ് ആയിട്ട് കൺട്രോളിൽ വരും. ഓക്കെ, ഇന്ന് ഇത്ര മാത്രം. അപ്പൊ വീണ്ടും വേറെ യൂസ്ഫുൾ ടിപ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരയ്ക്കും ഞാൻ വിനി, സൈനിങ് ഓഫ് ഫോർ മലബാർ അടുക്കള. താങ്ക് യു.